സമകാലീന യുവതിയുടെ ജീവിത വീക്ഷണത്തിന്റെയും സമീപനങ്ങളുടെയും പ്രതീകമല്ലേ വേടനും രാഹുൽ മാങ്കൂട്ടത്തിലും. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും സ്മാർട്ട് ഫോണും സമൂഹത്തിന്റെ ആധുനിക ധാർമ്മിക കാഴ്ചപ്പാടും മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള വികലമായ സമീപനവും എല്ലാം കൂടി നമ്മുടെ യുവതി യുവാക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ധാർമ്മികമായ അപജയത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണം. എന്റെ ശരീരം, എന്റെ ഇഷ്ടം, എന്റെ സുഖം, എന്റെ സ്വകാര്യത തുടങ്ങിയ ചിന്താധാരകൾക്ക് ആധുനിക സാഹിത്യവും മാധ്യമങ്ങളും പുരോഗമനക്കാരെന്ന് അവകാശപ്പെടുന്ന സാമൂഹിക നായകരും എല്ലാം കൊടുക്കുന്ന മഹത്വത്തിന്റെ ഇരകളാണവർ. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ വെടിമരുന്നും തീപ്പെട്ടിക്കോലുമാണെന്ന് മറക്കരുതെന്ന മുതിർന്ന തലമുറയിലെ കാരണവന്മാരുടെ മുന്നറിയിപ്പുകൾ ഇന്ന് ഉദ്ധരിക്കാൻ പോലും ഭയപ്പെടണം. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ വേടനെ രക്ഷിക്കുവാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങിയവരിൽ ഒരാൾ ഒരു അകത്തോലിക്ക ക്രൈസ്തവ മതമേലധ്യക്ഷനായിരുന്നു. കുപ്രസിദ്ധനായ വേടന്റെ കവിതകൾ പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന സർക്കാരും അതിനെ ശുപാർശ ചെയ്യുന്ന അക്കാദമിക് കൗൺസിലും സമകാലീന യുവാക്കൾക്ക് പകരുന്ന സന്ദേശം എന്താണ്? വേടനെതിരായ പരാതികൾ പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ തേടിയെത്തിയ പെൺകുട്ടികളുടെ കഥകളല്ലേ എല്ലാം? അവർ പറയുന്ന വാദം അനുസരിച്ച് തന്നെ അവന് ചുംബിക്കാൻ സമ്മതം കൊടുത്തിടത്താണ് തുടക്കം. പിന്നെ ലൈംഗിക വീഴ്ചയായി, വേടന് സാമ്പത്തിക സഹായമായി. വിവാഹപൂർവ്വ ബന്ധം പാപമാണെന്നോ തെറ്റാണെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ഈ പരാതിക്കാരി അടക്കം എത്ര യുവതികൾ സമ്മതിക്കും? ഇന്ന് വേടനെ ആഘോഷിക്കുന്ന എത്ര മാധ്യമങ്ങൾ അംഗീകരിക്കും? വിളക്കുകളെല്ലാം കെടുത്തിയവർ ഇപ്പോൾ വെളിച്ചമേ നയിച്ചാലുമെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? വേടനെ തേടി വേറെ പെൺകുട്ടികളെത്തി. അവൻ പോയി, നീ ടോക്സിക്കാണ്, മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധം തുടരാൻ സമ്മതിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയാണ് അവൻ പോയതെന്നാണ് അവളുടെ പരാതി. അവന് എല്ലാം കൊടുത്ത കുട്ടിക്ക് അപ്പോൾ സങ്കടമായി. അവൾ ചെയ്തത് തെറ്റിപ്പോയെന്ന കുറ്റബോധം കൊണ്ടാണോ, അവനുമായുള്ള ബന്ധം തുടരാനാവാത്തതിലുള്ള നിരാശ കൊണ്ടാണോ? വേടനെതിരെ വേറെയും പരാതി വന്നു. അതിലെ സംഭവങ്ങളും ഏതാണ്ട് സമാനങ്ങളാണ്. ഇനിയും പരാതികൾ വന്നേക്കാം. അതിനു മുമ്പ് വേടൻ തന്നെ തനിക്ക് മെസ്സേജ് അയച്ചവരുടെയും അദ്ദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരുടെയും പേര് വിവരങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തുവിട്ടാൽ രാത്രിയിൽ സൂര്യൻ ഉദിച്ചതുപോലെ ആവില്ലേ കഥ? പോലീസ് കേസായതോടെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഭയത്തിൽ മുൻകൂർ ജാമ്യം തേടി വേടൻ കോടതിയിലെത്തി. ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് എന്താണ്? ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പരസ്പരം പിണങ്ങുമ്പോൾ ബലാത്സംഗത്തിന് പരാതിയുമായി വരുന്നതായ ഡോക്ടർ എന്നല്ലേ? ഒരേ സമുദായക്കാരനായതുകൊണ്ട് ജാതി തിരിച്ചുള്ള പീഡന പരാതി ഉണ്ടായില്ല. അല്ലെങ്കിലോ പരാതിക്കാരിയുടെ അഭിഭാഷകൻ ആ വകുപ്പ് കൂടി ചേർത്താവുമായിരുന്നില്ലേ പരാതി കൊടുക്കുക? കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസിന്റെ മുന്നണി പോരാളിയും എതിരാളികളുടെ പേടി സ്വപ്നവും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങളിലും ഇതല്ലേ സത്യം? കാണാൻ സുമുഖൻ, അവിവാഹിതൻ, ചാനൽ ചർച്ചകളിൽ തീപ്പൊരി പോലെ കത്തുന്നവൻ, എതിരാളികളെ നിരായുധനാക്കുന്നവൻ. ധാരാളം പെൺകുട്ടികൾ രാഹുലിന്റെ നമ്പർ തേടിപ്പിടിച്ച് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടാവും. രാഹുലും അയച്ചിരിക്കും. രാഹുലിന് ഇതുവരെ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളവരുടെ പേര് വിവരവും വാട്സപ്പ് സന്ദേശങ്ങളും അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചാൽ ആരെല്ലാമാവും ഞെട്ടുക. സ്ത്രീ പുരുഷ ബന്ധം ശരിയല്ലെന്ന് പറയുന്നവനെ ഇന്നത്തെ മാധ്യമങ്ങളടക്കം ആരെങ്കിലും ജീവനോടെ വെച്ചേക്കുമോ? പഴഞ്ചൻ, കാലാഹരണപ്പെട്ടവൻ എന്നെല്ലാമാവില്ലേ അവരെ ചിത്രീകരിക്കുക? സ്വന്തം മക്കളുടെ ചാറ്റ് ബോക്സ് പരിശോധിക്കുവാൻ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ഇന്ന് കേരളത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? ഞാൻ, എന്റെ ലോകം, എന്റെ സ്വകാര്യത എന്നെല്ലാമല്ലേ എല്ലാവരുടെയും മുദ്രാവാക്യങ്ങൾ? കോൺഗ്രസ് വനിതാ നേതാവും നടിയും പത്രപ്രവർത്തകയുമായ ദേശാഭിമാനിയിലെ ഒരു മുൻ പത്രപ്രവർത്തകന്റെ പുത്രിയുമായ ഒരു യുവതി രാഹുലിനെതിരെ പേര് പറയാതെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചെന്നായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. പേര് പറഞ്ഞില്ലെങ്കിലും ആനയെന്ന് പറയാതെ 4 കാലും മുറം പോലുള്ള 2 ചെവികളും തലയും തുമ്പിക്കൈയുമുള്ള ഒരു മൃഗം എന്ന് പറയുന്നത് പോലെയായിരുന്നു അവരുടെ വിവരണം. അതായത് വളരെ തയ്യാറെടുത്താണ് അവർ ആരോപണം ഉന്നയിച്ചത്. അവരുടെ ആക്ഷേപം വന്നയുടനെ യുവതികളെന്ന് അവകാശപ്പെട്ട് പലരും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയായി. ഒരു യുവതി രാഹുൽ തന്നെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതായി ആരോപിച്ചു. നീതിമാന്മാരുടെ രക്തം ദൈവസന്നിധിയിൽ നീതിക്ക് വേണ്ടി നിലവിളിക്കുമെന്നും അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നും ശിക്ഷ ഉണ്ടാകുമെന്നും ആർക്കാണ് അറിയാത്തത്? ലോകം കണ്ടിട്ടില്ലാത്ത, ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത ഗർഭസ്ഥ ശിശുവിനെ ഗർഭചിത്രത്തിലൂടെ വധിക്കുന്നതല്ലേ ആധുനിക കാലത്തെ ഏറ്റവും പൈശാചികമായ ചോരചിന്തൽ? അതിന് രാഹുൽ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കാത്ത പക്ഷം ഇന്നല്ലെങ്കിൽ നാളെ കഠിനമായി തിരിച്ചടി അനുഭവിക്കേണ്ടി വരും. എത്ര ഉയരത്തിൽ നിന്നാവുമോ അത്രയും ഭീകരമായിരിക്കും വീഴ്ചയുടെ ആഘാതം. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ ട്രാൻസായ അവന്തിക മാത്രം രാഹുൽ ബലാത്സംഗം ചെയ്യുന്നതിന് തന്നെ ക്ഷണിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നതിന് ധൈര്യം കാണിച്ചു. രാഹുലിനെതിരെ ആരോപണങ്ങൾ ശക്തമായതോടെ കോൺഗ്രസ് ഉണർന്നു.
അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കാനായി നീക്കം നടക്കില്ലെന്ന് രാഹുൽ ഉറച്ച നിലപാടെടുത്തു. തന്റെ രാഷ്ട്രീയ ഭാവി ആകെ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്തിന് MLA സ്ഥാനം രാജിവെക്കണം? അതിന് അദ്ദേഹത്തെ നിർബന്ധിക്കുവാൻ ആർക്കും സാധിക്കില്ല. രാജിവെച്ചാൽ പാർട്ടിയിൽ സാധ്യതകൾ ഉണ്ടെന്ന് വന്നാൽ പിന്നെയും രാജ്യസാധ്യത ഉണ്ടാവും. അല്ലാതെ അറിഞ്ഞുകൊണ്ട് എന്തിന് രാജിവെച്ച് ഒരു വർഷത്തെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തണം? രാഹുൽ രാജിവെക്കില്ലെന്ന് മനസ്സിലായതോടെ ആവണം കോൺഗ്രസ് നിലപാട് മാറ്റി. പെണ്ണുകേസിൽ നേരത്തെ പ്രതികളായ MLA-മാരായ M. വിൻസെന്റിനോടും എൽദോ കുന്നപ്പള്ളിയോടും കാണിച്ച അതേ നിലപാടെടുത്തു. രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇത്തരമൊരു ആരോപണം വന്നതുകൊണ്ട് നിയമപരമായ നിയമസഭാംഗത്വം രാജിവെക്കേണ്ടതില്ല. എങ്കിലും രാഹുൽ രാജിവെക്കണമെന്ന കാര്യത്തിൽ ഇടതുപക്ഷക്കാർക്കെല്ലാം ഒരേ അഭിപ്രായമാണ്. എന്നാൽ ഒരു കേസിലും പ്രതിയാകാത്ത രാഹുൽ രാജിവെക്കണമെന്ന് പറയുന്നത് പല കേസിൽ പ്രതിയായ പോലീസ് അറസ്റ്റിലായ കൊല്ലം MLA മുകേഷ് രാജിവെക്കേണ്ട എന്ന നിലപാടെടുത്തവരാണ്. മുകേഷ് സംഭവത്തിൽ CPM-ഉം CPI-യും എടുത്ത നിലപാടനുസരിച്ചാണെങ്കിൽ രാഹുൽ രാജിവെക്കേണ്ടതില്ല. എന്നാൽ മുകേഷ് സംഭവത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടനുസരിച്ചാണെങ്കിൽ രാഹുൽ രാജിവെക്കണം. അന്ന് മുകേഷിന്റെ രാജിക്ക് വേണ്ടി എത്ര മുറവിളി കൂട്ടിയവരാണ് രാഹുലും കോൺഗ്രസുകാരും. രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മുകേഷിന്റെ കാര്യത്തിൽ അതായിരുന്നില്ലല്ലോ സമീപനം, എന്തേ ഇപ്പോൾ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ രണ്ടും രണ്ട് സംഭവമാണെന്നായിരുന്നു വിശദീകരണം. KK ശൈലജ, P. രാജീവ് തുടങ്ങിയ CPM-കാരും ഇതുതന്നെ പറഞ്ഞു. CPI-യുടെ ബിനോയ് വിശ്വവും അതുതന്നെ പറഞ്ഞു. സ്ത്രീ പീഡനത്തിന് പോലീസ് കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടവനേക്കാൾ ഭീകരനാണോ വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് പറയുന്ന വില്ലൻ? ഇടതുപക്ഷക്കാരായ സ്ത്രീ പീഡകർ രാജിവെക്കേണ്ട, അല്ലാത്തവർ വേണം. വല്ലാത്ത തൊലിക്കെട്ടി. മുകേഷിന്റെ രാജിക്ക് വേണ്ടി ഇടതുപക്ഷക്കാർ ആരുമെന്ന് ശബ്ദം ഉയർത്തിയില്ല. അത്തരം അപശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ അത്യാപത്താണ്. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതിന് കാരണമായ DYFI പ്രവർത്തക ഇന്ന് പാർട്ടിയിലില്ല. 2010 ഉയർന്ന സ്ത്രീപീഡന ആരോപണ കേസിൽ VS-ന്റെ കടുംപിടുത്തത്തിന് വഴങ്ങി 2011 ശശി പുറത്താക്കപ്പെട്ടു. 2022 ഏപ്രിൽ 18-19 ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലെടുത്തു. 1996, 2001 കാലത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു P. ശശി. 2018 പിണറായിയുടെ പോലീസാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പോലീസ് തീരുമാനിച്ചു. പരാതി കൊടുത്തവർ പാർട്ടി വിട്ടു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. പാലക്കാട് PK ശശിക്കെതിരെ പരാതി പറഞ്ഞ യുവതിയും പാർട്ടി വിട്ടു. 2018 DYFI നേതാവ് ജീവൻലാൽ സ്ത്രീപീഡന കേസിൽ പ്രതിയായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വല്ലാതെ വാദിക്കുന്ന പാർട്ടിയിലെ പരാതിക്കാരികൾക്കുണ്ടായ ഗതിയാണിത്. എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്ന ഇപ്പോഴത്തെ കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിയെ 2012 ഒളിക്യാമറയിൽ പിടിച്ചവരും തരം താഴ്ത്തപ്പെട്ടു. VS പക്ഷത്തു നിന്നും ഗോപി പിണറായി പക്ഷത്തേക്ക് മാറിയപ്പോഴാണ് ഗോപി ചെയ്യുന്നത് ഹീനമാണെന്നും ഒളിക്യാമറയിൽ പകർത്തേണ്ടതാണെന്നും സഖാക്കൾക്ക് തോന്നിയത് എന്നതാണ് സങ്കടകരമായ സത്യം. അറിയപ്പെടുന്ന സ്ത്രീ പീഡകർക്ക് എത്രയോ ആദരം നൽകുന്ന പാർട്ടിയാണ് CPM. അതാണ് അവരുടെ പ്രായോഗിക രാഷ്ട്രീയം. നിലയില കയത്തിൽപ്പെട്ടു പോകുന്നവനെ രക്ഷിക്കുന്നവന് കിട്ടുന്നത് ഒരു അടിമയെയാണ്. കോൺഗ്രസിലെ സ്ഥിതി ഇതല്ല. അവിടെ ഞണ്ടുകളുടെ സ്വഭാവമാണ്. ഒരുത്തനെ വലിച്ചിട്ട് നേതാവാകുവാൻ നോക്കുന്നവരാണ് ഏറെ. രാഹുലും മാത്യു കുഴൽനാടനും പോലെയുള്ളവർ പലരുടെയും വഴിയിലെ തടസ്സങ്ങൾ തന്നെയാണ്. കഴിവും യോഗ്യതയുമല്ല അവിടെ പലപ്പോഴും പ്രമാണം, മറ്റു പലതുമാണ്. രാഹുൽ വീണപ്പോൾ രാഹുലിനെ പോലെ തന്നെ സമർത്ഥനായ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനം ലഭിച്ച് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിക്കെതിരെ ഷാഫിയും കൂട്ടരും തിരിയുന്നത് തന്നെ ഉദാഹരണം. ഷാഫിയുടെ എതിർപ്പിൽ വർഗീയത കാണുന്നവരുമുണ്ട്. ഏതായാലും രാഹുലിന്റെ രാജിക്ക് വേണ്ടി നിരവധി കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ജോസഫ് വാഴക്കിനും ശബ്ദമുയർത്തി. അതുകൊണ്ട് ഇവർക്ക് ഇനി ഇടതുപക്ഷക്കാർ പ്രതികളാവുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കാം. പക്ഷേ കോൺഗ്രസിൽ ഇവർക്കെതിരെ ശക്തമായ വികാരം അണികൾക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് പ്രകടവുമാണ്. പാലക്കാട് MP-യും മുതിർന്ന നേതാവുമായ VK ശ്രീകണ്ഠൻ രാഹുൽ സംഭവത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണവും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന സതീശൻ നടത്തിയ പ്രതികരണവും പലരുടെയും മനസ്സിൽ വല്ലാത്ത രോക്ഷം ഉയർത്തിയിട്ടുണ്ട്. K. മുരളീധരനാവും മുന്നണിയെ നയിക്കുവാൻ കൂടുതൽ നല്ലതെന്ന വികാരവും ശക്തമാകുന്നുണ്ട്. പാലക്കാട് MP-യും മുതിർന്ന നേതാവുമായ VK ശ്രീകണ്ഠൻ രാഹുൽ സംഭവത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണവും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് സതീശൻ നടത്തിയ പ്രതികരണവും പലരുടെയും മനസ്സിൽ വല്ലാത്ത രോഷം ഉയർത്തിയിട്ടുണ്ട്. K. മുരളീധരനാവും മുന്നണിയെ നയിക്കുവാൻ കൂടുതൽ നല്ലതെന്ന വികാരം ശക്തമാകുന്നുണ്ട്.
3-4 വർഷം മുമ്പുണ്ടായ വാട്സപ്പ് സന്ദേശങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നതും സംപ്രേഷണം ചെയ്യപ്പെടുന്നതും ഈ സംഭാഷണങ്ങൾ നല്ല ഉദ്ദേശത്തോടെ അല്ല തുടങ്ങിയതെന്നും തുടർന്നതെന്നും അവയുടെ തിരിശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടതെന്നും ഉള്ളതിനു തെളിവുകളല്ലേ? രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇപ്പോൾ സ്വന്തം അപ്പനെ പോലെയാണെന്ന് പറഞ്ഞതിൽ ഏറെയൊന്നും വിശ്വസിക്കാനാവില്ല. ഏതാനും വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് മറ്റൊരു സ്ത്രീ അദ്ദേഹം എനിക്ക് അപ്പനെ പോലെയാണെന്ന് പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. അവരാണ് പിന്നീട് അദ്ദേഹത്തിനെതിരെ പോലീസിൽ പീഡന പരാതി പറഞ്ഞത്. അന്ന് അവർ അപ്പനെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി എനിക്ക് മകളെ പോലെയാണെന്ന് സമ്മതിച്ചിരുന്നില്ല എന്നത് വേറെ കാര്യം. സ്ത്രീ പുരുഷ ബന്ധത്തിൽ അപ്പൻ മകൾ, അമ്മ മകൻ, സഹോദരി സഹോദരൻ, ഭർത്താവ് ഭാര്യ തുടങ്ങിയ ബന്ധങ്ങളല്ലാതെ അവരെ പോലെയുള്ള ബന്ധങ്ങളെല്ലാം അപകടങ്ങളാണ്. നേതാവും അനുയായും തമ്മിലുള്ളത് അപ്പനും മകളും പോലെയുള്ള ബന്ധമല്ല. അങ്ങനെ അവകാശപ്പെടുന്നതും ചിത്രീകരിക്കുന്നതും ആപത്താവും. സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടെന്ന് രാഹുൽ തന്നെ കരുതുന്നുണ്ട്. അതിനുള്ള തെളിവുണ്ടാക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ്. ഇന്ന് കേരള നിയമസഭയിൽ വിലസുന്ന എത്രയോ നേതാക്കൾക്കെതിരെ സ്ത്രീപീഡന പരാതികൾ ഉയർന്നതാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. സ്വന്തം ഭാര്യയുടെ അടക്കം എത്ര പരാതികളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്? 2013 ഒക്ടോബറിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന വാർത്ത പരന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്തെല്ലാം പരാമർശനങ്ങളാണ് നടത്തിയത്? കേരള രാഷ്ട്രീയത്തിലെ അഴുക്കിന്റെ ആകെ തുകയാണ് ഗണേഷ്. അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. സ്ത്രീകളെ ഉപദ്രവിച്ചതിന്റെ എത്രയോ പരാമർശനങ്ങൾ ഉണ്ടായി. VS ചോദിച്ചു. ഭാര്യയെ ആക്രമിച്ച കേസ് തീർപ്പാക്കിയത് 2 കോടി കൊടുത്തല്ലേ? ഉമ്മൻചാണ്ടിയുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ തീർന്നത് അദ്ദേഹം ചോദിച്ചു. കൊയിലാണ്ടിയിൽ ഗണേഷിനെതിരെ കേസ് ഉണ്ടായതായി ഉമ്മൻചാണ്ടി നിയമസഭയിൽ സമ്മതിച്ചു. പത്തനാപുരത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് VSനെ കാമഭ്രാന്തനും ഞരമ്പ് രോഗിയും വഷളനുമായി ഗണേഷ് ചിത്രീകരിച്ചു. സംഭവം വിവാദമായപ്പോൾ സംസ്ഥാനത്ത് പത്രസമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞു. VSനെ കുറിച്ച് മന്ത്രി ഗണേഷ് പറഞ്ഞത് സർക്കാരിന്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ച് CPM നിയമസഭാ കക്ഷി ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ സംഭവം സഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാപ്പ് ചോദിച്ചു. ഗണേഷിനെ കുറിച്ച് തനിക്ക് ലഭിച്ച വിവരം നിയമസഭയിൽ ഉന്നയിക്കുവാൻ പോകുന്നു എന്നറിഞ്ഞ് ബാലകൃഷ്ണപിള്ള വന്ന് തന്റെ കാലു പിടിച്ചതായി നമ്പാടൻ ആത്മകഥയിൽ പറയുന്നു. സ്പീക്കറെ കൊണ്ടും മറ്റു പല നേതാക്കളെ കൊണ്ടും തന്നോട് പറയിപ്പിച്ചതായും നമ്പാടന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഹണി ട്രാപ്പിൽ കുടുങ്ങി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടവനാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. പ്രതിപക്ഷ നിരയിൽ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുണ്ട്. കുപ്രസിദ്ധമായ കോഴിക്കോട് ഐസ്ക്രീം പാർലർ പീഡന കേസിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് എത്ര നാടകീയമായാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവും അടുത്ത ആളുമായിരുന്ന റൌഫ് തന്നെ വില്ലനായി. VS അച്യുതാനന്ദൻ സർവ്വപ്രതാപത്തോടും കൂടി അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി നിലവിളിച്ചു. കോടതി രക്ഷിച്ചു. കേരള കോൺഗ്രസ് Jയുടെ നേതാവ് PJ ജോസഫിന് സ്ത്രീപീഡന കേസിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കോടതിയിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചുവന്നു. ശാലു മേനോൻ കേസിൽ പ്രതിസ്ഥാനത്തായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രതിപക്ഷ നിരയിലെ എൽദോ കുന്നപ്പള്ളിയുടെയും കോവളം MLA MV വിൻസെന്റിന്റെയും കേസുകൾ കോടതിയിലാണ്. കടന്നുപോയവരെ കുറിച്ചുള്ള കഥകളിൽ നെഹ്റു മുതൽ AKG വരെ പലരുമുണ്ട്. നെഹ്റുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന MO മത്തായി എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ എത്രയോ വട്ടം സഭയിൽ ഉയർന്നിട്ടുണ്ട്. AKGയുടെ വിവാഹം ഇന്നായിരുന്നെങ്കിൽ അദ്ദേഹം പോക്സോ കേസിൽ പ്രതിയാകുമായിരുന്നു എന്ന് കോൺഗ്രസിലെ VT ബൽറാം പറഞ്ഞതും വലിയ വിവാദമുണ്ടാക്കിയ പരാമർശമായിരുന്നു. അതിലൂടെ ഒളിവ് ജീവിതകാലത്തെ ബന്ധങ്ങളെ മാത്രമല്ല പ്രണയിച്ച് വിവാഹം കഴിച്ച ബന്ധങ്ങളെയും ബൽറാം ആക്രമിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ടു. പല പ്രണയബന്ധങ്ങളും ഉത്ഭവിക്കുന്ന പ്രായം അതാണല്ലോ. സുശീല ഗോപാലനെ അവരുടെ 12-ാമത്തെയോ 13-ാമത്തെയോ വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് എന്നതായിരുന്നു ബൽറാമിന്റെ വികലന്യായം. 1980-ൽ കേരള കോൺഗ്രസ് ജയിലെ PC ജോർജിനെതിരെ കേരള കോൺഗ്രസിലെ O ലൂക്കോസ് ഒരു ലൈംഗിക ആരോപണം നിയമസഭയിൽ പരാമർശിച്ചു. ജോർജ് ആ കുഞ്ഞിന്റെ മൂക്ക് മാണിയുടെയും കണ്ണ് ലൂക്കായുടെയും ആണെന്നെല്ലാം തിരിച്ചടിച്ചു. TM ജേക്കബിനെതിരെ മണിമേഖല എന്നൊരു സ്ത്രീയുടെ വെളിപ്പെടുത്തലുകൾ വന്നെങ്കിലും കത്തിയുയർന്നില്ല. ജനതാദൾ മന്ത്രി നീല ലോഹിതദാസിനെതിരെ ഒരു വനിതാ IAS ഓഫീസറാണ് ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചത്. നീലന് രാജിവെക്കേണ്ടി വന്നു. ജനതാദളിന്റെ മന്ത്രിയായ ജോസ് തെറ്റേലിനെതിരെ അദ്ദേഹത്തിന്റെ മകന് വിവാഹമാലോചിച്ചിരുന്ന കുട്ടി പരാതി ഉന്നയിച്ചു. മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. R ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ഏറെ ഗവേഷണം നടത്തി ലോനപ്പൻ നമ്പാടൻ ഉന്നയിച്ചതാണ് മറ്റൊരു സംഭവം. ബാലകൃഷ്ണപിള്ള വിവാഹത്തിനു മുമ്പ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച കഥ നമ്പാടൻ കേരള ലോറ്റേസിൽ നിന്നും നിയമസഭയിൽ ഉദ്ധരിച്ചു. 1954 നടന്ന സംഭവമാണ് നിയമസഭയിൽ പറഞ്ഞത്. വക്കം പുരുഷോത്തമനായിരുന്നു സ്പീക്കർ.
അദ്ദേഹം നമ്പാടനെ ചേംബറിൽ വിളിപ്പിച്ച് ലോറ്റൈസ് വായിച്ച് അഭിനന്ദിച്ചതായി നമ്പാടൻ ആത്മകഥയിൽ പറയുന്നു. ആന്റണി മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നോട് മോശമായി പെരുമാറിയെന്ന് 2002 ശോഭന ജോർജ് പറഞ്ഞു. നിവേദനം കൊടുക്കുമ്പോൾ കയ്യിൽ കയറി പിടിച്ചു. ആരുടെയെങ്കിലും പെറ്റല്ലെങ്കിൽ കോൺഗ്രസിൽ സ്ത്രീകൾക്ക് വളരാനാവില്ലെന്നും ശോഭന പറഞ്ഞു. സരിത ജനാധിപത്യ മുന്നണി നേതാക്കളായ ഉമ്മൻചാണ്ടി, ഹൈബി ഈഡൻ, അബ്ദുള്ളക്കുട്ടി, KC വേണുഗോപാൽ, PC ജോർജ് തുടങ്ങിയവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അന്വേഷണം നടന്നു. എല്ലാവരെയും കുറ്റവിമുക്തരാക്കി. അവരെ പീഡിപ്പിച്ചവൻ എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തവരിൽപ്പെട്ട KC വേണുഗോപാലിന്റെ ഭാര്യയാണ് രാഹുലിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതും പെട്ടെന്ന് പിൻവലിച്ചതും. KV തോമസിനെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ പ്രതിയാക്കപ്പെട്ട ശോഭന ജോർജ് നിവേദനം കൊടുക്കാനെത്തിയ തന്നോട് ഒരു മന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന് ഒരു വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പരാതിപ്പെട്ടു. പിന്നീട് പിൻവലിച്ചു. താൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ്, ഇടതു നേതാക്കളായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ സ്പീക്കർ ശിവരാമകൃഷ്ണൻ എന്നിവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് എത്ര മോശമായാണ് എഴുതുന്നത്. ഐസക് തന്നെ വിനോദയാത്രയ്ക്ക് ക്ഷണിച്ചെന്നും ശിവരാമകൃഷ്ണൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചെന്നും അവർ വെളിപ്പെടുത്തി. ആരോപണ വിധേയരായ ഇവരെയൊക്കെ പിന്നീട് നടന്ന എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ എങ്ങനെ നേരിട്ടു. അവരിൽ മത്സരിച്ചവരെല്ലാം വിജയിച്ചു. വ്യഭിചാര കഥകൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിലും തോൽപ്പിക്കുന്നതിലും ആഴമായ സ്വാധീനം ഒന്നും ചെലുത്താനാവാത്ത കാലത്തിലാണോ നാം? ഇതൊക്കെയാണ് നാട്ടിലെ രീതിയെന്ന മട്ടിലായി കാര്യങ്ങൾ. ആദർശനിഷ്ഠയിൽ പൊതിഞ്ഞ സ്വാർത്ഥത മൂലം കേരളത്തിലെ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വന്ന സംഭവമാണ് പീച്ചിയും സോളാറും. 1963 ഡിസംബർ 8 അന്നത്തെ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിയും കമ്മ്യൂണിസ്റ്റുകാരുടെ പേടി സ്വപ്നവുമായിരുന്ന PT ചാക്കോയ്ക്ക് തൃശൂർ പട്ടണത്തിൽ വെച്ച് ഒരു വാഹനാപകടം ഉണ്ടായി. കാർ ഓടിച്ചിരുന്നത് ചാക്കോ തന്നെയായിരുന്നു. കാറിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അത് ചാക്കോയുടെ ഭാര്യയായിരുന്നില്ല. അന്ന് പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനമായതുകൊണ്ട് തൃശൂരിലെ ലൂർദ് പള്ളിയിലും പരിസരത്തും സാമാന്യത്തിലേറെ ജനത്തിരക്കുണ്ടായിരുന്നു. കിഴക്കേക്കോട്ട മുതലുള്ള റോഡിൽ ഗതാഗത സ്തംഭനമായിരുന്നു. മനോഹരമായി അലങ്കരിച്ചിരുന്നു. റോഡിലൂടെ ഒരു ഇളം നീല അംബാസിഡർ കാർ നീങ്ങി. മറുവശത്തു നിന്നും വന്ന ഒരു ഉന്തുവണ്ടിയിൽ കാർ തട്ടി. ഉന്തുവണ്ടിക്കാരൻ വേലായുധൻ തെറിച്ചു വീണു പരിക്കേറ്റു. കാൽനടയാത്രക്കാരായിരുന്ന റൂബി, മേരി എന്നിവർക്കും പരിക്കേറ്റു. കാർ നിർത്താതെ ഓടിച്ചുപോയി. അതൊരു സ്റ്റേറ്റ് കാർ ആയിരുന്നു. കാർ ഓടിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോയും. കാറിന്റെ മുൻസീറ്റിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച് പച്ച സാരി ഉടുത്ത ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. നാട്ടുകാർ കണ്ടു. അത് മന്ത്രിയുടെ ഭാര്യയല്ലെന്നും അവർക്ക് മനസ്സിലായി. അടുത്ത പോലീസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തി ചാക്കോ അപകട വിവരം റിപ്പോർട്ട് ചെയ്തു. പീച്ചി യാത്ര തുടർന്നു. മടങ്ങുന്ന വഴി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ എല്ലാം കണ്ട് വിവരങ്ങൾ തിരക്കി, ആശ്വസിപ്പിച്ചു. പ്രതിപക്ഷത്തെയും പാർട്ടിയിലെയും ചാക്കോയുടെ ശത്രുക്കൾ സംഭവം വലിയ ആയുധമാക്കി. ചാക്കോയുമായി വലിയ പോരിലായിരുന്ന ജോസഫ് വടക്കനച്ഛന്റെ തൊഴിലാളി പത്രമായിരുന്നു മുന്നിൽ. അച്ഛൻ നേരിട്ടാണ് ഞങ്ങളെ ആവേശം കൊള്ളിച്ചിരുന്നത്. അക്കാലത്ത് തൊഴിലാളിയിൽ പ്രവർത്തിച്ചിരുന്ന, പിൽക്കാലത്ത് മനോരമയുടെ പ്രമുഖ ലേഖകനും തലസ്ഥാനത്തെ സിറ്റി എഡിറ്ററുമെല്ലാമായിരുന്ന KR ചുമ്മാർ ഒരിക്കൽ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമരത്തിലും അയ്യപ്പൻ കോവിൽ കൊട്ടിയൂർ സമരങ്ങളിലും പടനായകനായിരുന്നു വടക്കനച്ഛൻ. വൈദികൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ പരസ്യമായി അപലപിച്ച നേതാവാണ് ചാക്കോ. വടക്കനച്ഛന് പല കാരണങ്ങളുടെ പേരിൽ ചാക്കോയോട് കലിപ്പായിരുന്നു. അത് മുഴുവൻ PT സംഭവത്തിൽ അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തു. ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ നാവടക്കാമെന്ന ധാരണയിൽ അന്ന് രാത്രി ചാക്കോ വാഴൂരിൽ നിന്നും ഭാര്യ മറിയാമ്മയെ തൃശൂരിലെത്തിക്കുകയും പിറ്റേന്ന് രാവിലെ രണ്ടാളും ടൗണിലൂടെ കാറിൽ സഞ്ചരിക്കുകയും കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങുകയും എല്ലാം ചെയ്തു. പക്ഷേ പരിഹാസകർ നിർത്തിയില്ല. അന്ന് വൈകുന്നേരം കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന പത്മം S നായർ താനാണ് മന്ത്രിക്കൊപ്പം കാറിൽ ഉണ്ടായിരുന്നതെന്നും ഒരു അത്യാവശ്യത്തിനായി തൃശൂർക്ക് പോകേണ്ടിയിരുന്നതുകൊണ്ട് മന്ത്രിയുടെ കാറിൽ കയറിയതാണെന്നും വിശദീകരിച്ച് പ്രസ്താവന ഇറക്കി. അന്തരീക്ഷം കൂടുതൽ വഷളാവുകയായിരുന്നു. ചാക്കോ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ ശങ്കർ വിരുദ്ധ വിഭാഗവും അതിന് ഒപ്പം നിന്നു. 1964 ജനുവരി 28 നിയമസഭ കൂടിയപ്പോൾ PT സംഭവം കോലാഹലമായി. പ്രതിപക്ഷ ആക്രമണത്തെ ചാക്കോ ഒറ്റയ്ക്ക് നേരിട്ടു. ചാക്കോ സഭയിൽ വികാരഭരിതമായി മറുപടി പറഞ്ഞു. ജനുവരി 30 ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചയുടെ വേളയിൽ കോൺഗ്രസ് അംഗം പ്രഹ്ലാദൻ ഗോപാലൻ സർക്കാരിനെതിരെ പ്രസംഗിച്ചു. രാവിലെ 11 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ സ്മരണയ്ക്കായി സഭ എഴുന്നേറ്റപ്പോൾ ഗോപാലൻ സഭയ്ക്ക് പുറത്ത് നിരാഹാര സമരം ആരംഭിച്ചു. ചാക്കോ രാജിവെക്കും വരെയോ മരണം വരെയോ നിരാഹാര സമരം നടത്തുമെന്നായിരുന്നു ഗോപാലന്റെ പ്രഖ്യാപനം. ഗോപാലന് പ്രതിപക്ഷവും പത്രക്കാരും വലിയ പിന്തുണ കൊടുത്തു. ജനുവരി 31 ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. PSP അംഗമായ ജോസഫ് ചാഴിക്കാടൻ പക്ഷേ ബഹിഷ്കരണത്തിൽ പങ്കെടുത്തില്ല. പാർട്ടി കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം കൊടുത്ത മറുപടി കൗതുകകരമായി.
ഒരു കോൺഗ്രസ് അംഗം കാണിച്ച വിവരക്കേടിനെ പിന്താങ്ങി സഭയെ അവഹേളിച്ചതിന് പാർട്ടി തന്നോട് വിശദീകരണം തരണമെന്നായിരുന്നു ചാഴിക്കാടന്റെ മറുപടി. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടതിനെ തുടർന്ന് ഗോപാലൻ നിരാഹാരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് CK ഗോവിന്ദൻ നായരാണ് ഗോപാലിന് നാരങ്ങാനീര് കൊടുത്തത്. ശങ്കർ മന്ത്രിസഭ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റീഫൻ ഫെബ്രുവരി 1 ഉപവാസം ആരംഭിച്ചു. ചാക്കോ രാജിവെച്ചില്ലെങ്കിൽ കോൺഗ്രസിലെ 63 MLA-മാരിൽ 27 പേർ രാജിവെക്കുമെന്ന് CM സ്റ്റീഫൻ മുന്നറിയിപ്പ് നൽകി. ചാക്കോ ശങ്കർ ഗ്രൂപ്പുകാരായിരുന്നു ബാക്കി 36 പേർ. ശങ്കർ ചാക്കോ ബന്ധം തകർത്ത് ശങ്കറിനെ ദുർബലനാക്കുകയായിരുന്നു സ്റ്റീഫൻ അടക്കമുള്ള CK ഗ്രൂപ്പുകാരുടെ ലക്ഷ്യം. കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായി. ചാക്കോ രാജിവെക്കാതെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വകുപ്പില്ലാ മന്ത്രിയായി തുടരണമെന്ന് മുഖ്യമന്ത്രി R ശങ്കർ നിർദ്ദേശിച്ചു. ചാക്കോ സമ്മതിച്ചില്ല. വിഷയം കലുഷിതമായി. ഫെബ്രുവരി 11 കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ കാമരാജ് കേരളത്തിലെത്തി ചർച്ച നടത്തി. അടുത്ത ദിവസം ശങ്കറും ചാക്കോയും ഡൽഹിക്ക് പോയി. കേസ് തീരുന്നതുവരെ ആഭ്യന്തര വകുപ്പ് വേറൊരു മന്ത്രിക്ക് കൊടുക്കാനായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. ശങ്കർ അതിനെ പിന്താങ്ങി. ചാക്കോയ്ക്കത് പിടിച്ചില്ല. ഫെബ്രുവരി 14 രാവിലെ 9 മണിക്ക് ചാക്കോ മദ്രാസ് വഴി തിരുവനന്തപുരത്തെത്തി. 10 ബോംബെ വഴി ശങ്കറും എത്തി. ശങ്കറോട് ചോദിക്കുവാനായിരുന്നു ചാക്കോയുടെ മറുപടി. ഇത്തിരി മുന്നോട്ട് നടന്ന ചാക്കോ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എനിക്ക് ശങ്കറിൽ വിശ്വാസമില്ല. ശങ്കറും ചാക്കോയും തമ്മിലുണ്ടായ ഭിന്നത പരിഹരിക്കുന്നതിന് കോട്ടയത്തെ DCC പ്രസിഡന്റായിരുന്ന മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ ഏറെ പരിശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഫെബ്രുവരി 17 തനിക്ക് ചാക്കോയിൽ വിശ്വാസമില്ലെന്ന് ശങ്കറും പ്രഖ്യാപിച്ചു. അതോടെ കോൺഗ്രസിലെ ശങ്കറിന്റെയും ചാക്കോയുടെയും അനുയായികൾ തമ്മിൽ തെരുവിൽ വാക്കുപോരായി. ഏറ്റുമുട്ടൽ വരെയായി. 1964 ഫെബ്രുവരി 20 രാവിലെ 11 മണിക്ക് ചാക്കോ മന്ത്രിസ്ഥാനം രാജിവെച്ചു. തലേദിവസം മദ്രാസിലെത്തി കാമരാജുമായി സംസാരിച്ചിരുന്നു. ചാക്കോയെ പ്രതിരോധിക്കാതെ ഒറ്റപ്പെടുത്തി രാജിവെപ്പിച്ചതിനെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ആദർശപരമായി ഏറെ പ്രശംസിച്ചു. പക്ഷേ കോൺഗ്രസ് ദയനീയമായി തോറ്റു. 1967 തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് വെറും 9 സീറ്റ്. പിന്നീട് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയത് ചാക്കോയുടെ പേരിൽ രൂപം കൊണ്ട കേരള കോൺഗ്രസ് 1996 പിന്താങ്ങിയപ്പോഴാണ്. സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് വേണ്ട വിധത്തിൽ പ്രതിരോധിച്ചില്ല. പ്രമുഖ നേതാക്കളിൽ പലരും പ്രതിപക്ഷത്തെ സഹായിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ അടുത്ത കാലത്ത് അതേക്കുറിച്ച് തുറന്നു പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ആകെ അഴിമതിക്കാരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രചരിപ്പിച്ചു. പലർക്കും സീറ്റ് കൊടുക്കുന്നതിനെ KPCC അധ്യക്ഷൻ VM സുധീരൻ എതിർത്തു. ഉമ്മൻചാണ്ടി വഴക്കിട്ട് സീറ്റ് മേടിച്ചു കൊടുത്തു. അഴിമതിക്കാർ ജയിച്ചുവെന്നു. കുടുംബത്തെയും കുറിച്ച് വരെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സഭയിൽ നടത്തിയ പരാമർശനങ്ങൾ എത്ര ഹീനമായിരുന്നു. സോളാർ വിവാദം വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഒരു സ്ത്രീയോടൊപ്പം രാത്രി തീവണ്ടിയിൽ യാത്ര ചെയ്തുവെന്ന് ആരോപണം ഉയർന്നു. ഉമ്മൻചാണ്ടി അത് സമ്മതിച്ചു. പിന്നെ പറഞ്ഞു, ആ സ്ത്രീ എന്റെ ഭാര്യയായിരുന്നു. ആരോപണം ഉന്നയിച്ചവർ പറഞ്ഞ ദിവസം അവർ യാത്ര ചെയ്യുവാനെടുത്ത ടിക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പ്രതിപക്ഷവും പത്രക്കാരും പറയുന്നത് കേട്ട് കോൺഗ്രസ് ചാടിയാൽ കളത്തിൽ പോകുന്നതും അവരായിരിക്കും. ചാക്കോയുടെയും ഉമ്മൻചാണ്ടിയുടെയും രക്തത്തിന് CPM ഇന്നും കോൺഗ്രസിനെ വേട്ടയാടുന്നില്ലേ? പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. അതിനെ നേരിടേണ്ടതും അങ്ങനെ തന്നെ വേണം. ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ ആരും ജയിക്കാവുന്ന സ്ഥിതിയുണ്ട്. 2006-2011 കാലത്ത് VS മന്ത്രിസഭയിൽ എന്തെല്ലാം കലാപങ്ങൾ ഉണ്ടായി. പക്ഷേ 2011 ഇടതുമുന്നണി വിട്ട PJ ജോസഫും കൂട്ടരും പിടിച്ച 3 സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിൽ VSന് തുടർഭരണം കിട്ടുമായിരുന്നു. പിണറായിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനത്തിന് ആഭ്യന്തര കലാപത്തിലൂടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് കോൺഗ്രസ്. കോൺഗ്രസിന്റെ മുന്നണി പോരാളികളെ ലക്ഷ്യം വെക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി കണ്ണടച്ച് വിശ്വസിക്കരുത്. ചാക്കോയും ഉമ്മൻചാണ്ടിയും തള്ളിപ്പറഞ്ഞ് മുഖം രക്ഷിച്ചതുപോലെ മുഖം രക്ഷിച്ചാൽ മുഖം മാത്രമാവും ബാക്കി. ഭരണം ആണുങ്ങൾ കൊണ്ടുപോകും. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പല ലക്ഷ്യങ്ങൾ കാണാം. രാഷ്ട്രീയപരമോ കച്ചവടപരമോ പബ്ലിസിറ്റിപരമോ ഒക്കെയാവാം ഈ കാരണം. MO മത്തായി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും VK കൃഷ്ണമേനോനെ കുറിച്ചും എന്തെല്ലാം എഴുതി. കച്ചവടമായിരുന്നിരിക്കില്ലേ ഒരു ലക്ഷ്യം? VT ബൽറാം AKG സുശീല ബന്ധത്തെക്കുറിച്ച് പോക്സോ കുറ്റം പറഞ്ഞില്ലേ? പബ്ലിസിറ്റി കിട്ടാനായിരുന്നിരിക്കില്ലേ ആ വിവാദം? ബൽറാം നാക്കു സൂക്ഷിക്കുന്നത് കോൺഗ്രസിന് വളരെ നല്ലതാണ്. സാമ്പത്തിക സംവരണത്തിന് എതിരെ പറയുന്നതും മറ്റും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ സമൂഹങ്ങളിലാണ് വിഷമം ഉണ്ടാക്കുക. രാഹുൽ ഉണ്ടാക്കിയ അപകടത്തെക്കാൾ ഭീകരമാവും അതിന്റെ പ്രത്യാഘാതം. കേരളത്തിൽ കോൺഗ്രസിനെ രക്ഷിച്ചത് ആന്റണിയുടെ ആദർശമല്ല, കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പ്രായോഗിക രാഷ്ട്രീയമാണ്. ഒരിക്കൽ ന്യൂനപക്ഷ അവകാശങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞ ആന്റണി ഗ്രൂപ്പുകാർ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തലയിൽ മുണ്ടിട്ട് പലയിടത്തും പോയി. കരുണാകരൻ മുണ്ടിടാതെയും പോയി.
1980 ആദർശം പറഞ്ഞെടുത്തു പോയ ആന്റണിക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. അവിടെ എന്തുമാത്രം ആദർശപരമായാണ് കാര്യങ്ങളെന്ന് ആന്റണിക്ക് ശരിക്കും മനസ്സിലായി. 1996 ചാരായ നിരോധനം നടപ്പാക്കിയിട്ടും ജയിക്കാനായില്ല. പ്രയോജനം കിട്ടിയവർ തന്നെ തിരിഞ്ഞുകുത്തി. 2001 കിട്ടിയ ഭരണം 5 വർഷം തേക്കാനായില്ല. ജനം മടുത്തു. ഇടതുകാർ ഭരിച്ചിരുന്ന പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കോൺഗ്രസുകാർക്ക് 2 അടി കൂടുതൽ എന്ന മട്ടിലായി പോലീസ്. ഘടകകക്ഷികളും മടുത്തു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും തോറ്റു. ആന്റണി തോറ്റ് തൊപ്പിയിട്ട് മടങ്ങി. ഉമ്മൻചാണ്ടി വന്നു. എത്ര ശ്രമിച്ചിട്ടും ജനാധിപത്യ മുന്നണിയെ മുന്നിലെത്തിക്കാനായില്ല. 2011 വീണ്ടും വന്നു. ജനാധിപത്യ മുന്നണി തുടർഭരണം പ്രതീക്ഷിച്ചതാണ്. കോൺഗ്രസിലെ 2 ഗ്രൂപ്പും ചേർന്ന് നിർദ്ദേശിച്ച KPCC അധ്യക്ഷനെ അംഗീകരിക്കാതെ ആദർശക്കുട്ടൻ സുധീരനെ കൊണ്ടുവന്നു. കൂടെ സതീശനും കടുത്ത ആദർശക്കാരായിരുന്നു. സ്വന്തം ഇമേജാണ് അവർക്ക് വലുത്. ജനം അവരുടെ വാക്കുകൾ കേട്ട് കൈയടിക്കും, പക്ഷേ വോട്ട് ചെയ്യില്ല. 2011 തോൽവിക്ക് കാരണം തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലുള്ള ഇവരുടെ അനാവശ്യ ഇടപെടൽ കൂടിയായിരുന്നു. 1996 ചാരായ നിരോധനം പോലെ 2015 ബാർ നിരോധനവും ആപത്തുണ്ടാക്കി. ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികൾക്കെതിരെ ഇനിയും ആക്രമണം ഉണ്ടാവാം. ആക്രമിക്കപ്പെടുന്നവരെ കണ്ണടച്ച് തള്ളിക്കളയരുത്. വീണവനെ വീഴ്ത്തപ്പെട്ടവനെ ഇല്ലാതാക്കുവാൻ നോക്കരുത്. എല്ലാ ആയുധങ്ങളും സംരക്ഷിക്കേണ്ട കാലമാണിത്. 2026 ഇടതുപക്ഷത്തിന് 3ാം ഊഴം കൂടി കിട്ടിയാൽ BJPക്ക് കേന്ദ്രത്തിൽ കിട്ടിയ 3ാം ഊഴം പോലെ ആവില്ല. ഉപരാഷ്ട്രപതി സ്ഥാനത്തിനുള്ള പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി സുദർശന റെഡ്ഡി മത്സരിക്കുന്നു എന്ന് വന്നതോടെ അദ്ദേഹം രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് സ്വയം വിട്ടുകൊടുക്കുക കൂടിയാണ് ചെയ്തത്. ജഡ്ജിമാർ ഇത്തരം പദവികൾ സ്വീകരിക്കുന്നത് ശരിയോ എന്ന് അവർ തന്നെ ആലോചിക്കണം. അടുത്ത കാലത്ത് സുപ്രീം കോടതിയിലെ ഒരു സീനിയർ ജഡ്ജി ഒരു കമ്പനിക്ക് അനുകൂലമായി വിധി പറയുവാൻ തന്നെ പ്രേരിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തി. ദേശീയ കമ്പനി നിയമ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ ആ ബെഞ്ചിൽ നിന്നും ജസ്റ്റിസ് SK ശർമ്മ പിന്മാറിയത് സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ച് നല്ല ധാരണകളല്ലേ തരുന്നത്. സുദർശന റെഡ്ഡി ജഡ്ജിയായിരിക്കെ പുറപ്പെടുവിച്ച സാൽവ ജുദും കേസിലെ വിധി മാവോവാദത്തെ ന്യായീകരിക്കുന്നതായിരുന്നു എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ആരോപിച്ചു. അമിത്ഷായുടെ വിമർശനം ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് 18 മുൻ ജഡ്ജിമാർ പ്രസ്താവന ഇറക്കി. കുര്യൻ ജോസഫ്, J ചെമ്മലേശ്വർ, മദൻ B ലോക്കൂർ, AK പട്നായിക്, അഭയ ഓക ഗോപാലഗൌഡ, വിക്രംജിത്ത് സെൻ തുടങ്ങിയ സ്വതന്ത്രമായ വിധിന്യായങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മുൻ ജഡ്ജിമാരാണ് പ്രസ്താവന ഇറക്കിയത്. BJP തിരിച്ചടിച്ചു. പിറ്റേന്ന് അമിത്ഷായെ ന്യായീകരിച്ച് മുൻ കേരള ഗവർണർ P സദാശിവം, രാജ്യസഭാ അംഗം രഞ്ജൻ ഗൊഗോയ് തുടങ്ങിയ 56 മുൻ ജഡ്ജിമാർ പ്രസ്താവന ഇറക്കി. BJPയാണ് പ്രസ്താവന പരസ്യമാക്കിയത്. ഓരോ അടിക്കും അവർ തിരിച്ചടിക്കുന്നു. അതിനുള്ളതെല്ലാം ഒരുക്കുന്നു. ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള സുപ്രീം കോടതി കൊളീജിയത്തിലെ തീരുമാനങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകളും ചേർത്ത് വായിക്കുക. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായി നിയമിക്കപ്പെടാനുള്ളവരെ ശുപാർശ ചെയ്യുന്നത് സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റായ അംഗങ്ങൾ ചേർന്ന കൊളീജിയവും ഹൈക്കോടതി ജഡ്ജിമാരെ ശുപാർശ ചെയ്യുന്നത് 3 അംഗ കൊളീജിയവുമാണ്. കേന്ദ്ര സർക്കാർ ശുപാർശ അംഗീകരിച്ച് നിയമനം നടത്തുന്നു. ശുപാർശ തിരസ്കരിച്ചാൽ തന്നെ കൊളീജിയം അത് ശുപാർശ ആവർത്തിക്കുന്ന പക്ഷം കേന്ദ്ര സർക്കാർ നിയമനം നടത്തണം. സർക്കാരിന് ആകെ ചെയ്യാവുന്നത് ശുപാർശ തിരസ്കരിക്കാതെ കാലതാമസം ഉണ്ടാക്കുകയാണ്. ശുപാർശ ചെയ്യപ്പെടുന്നവരിൽ 30% പലപ്പോഴും മുൻ ജഡ്ജിമാരുടെ ബന്ധുക്കളാണ്. ഓഗസ്റ്റ് 19 ചേർന്ന കൊളീജിയം ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ അനന്തരവൻ 45-കാരനായ അഭിഭാഷകൻ RD വഗോഡയെ മുംബൈ ഹൈക്കോടതി ജഡ്ജി പദവിയിലേക്ക് ശുപാർശ ചെയ്തു. അടുത്ത കാലത്താണ് BJPയുടെ മുൻ വക്താവ് RD സാദയത്തെ ഹൈക്കോടതി ജഡ്ജിയാക്കിയത്. ഓഗസ്റ്റ് 19 ചേർന്ന കൊളീജിയം സമ്മേളനമാണ് വഗോഡയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഗവായുടെ സീനിയറായിരുന്ന രാജ ബോൺസലെയുടെ മകൻ രഞ്ജിത്ത് സിംഗും ജൂനിയറായിരുന്ന അഷ്റഫ് ഖാൻ പഠാനും ലിസ്റ്റിലുണ്ട്. വിവിധ ഹൈക്കോടതികളിലേക്കായി ഇപ്പോൾ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന 279 പേരിൽ 32 പേർ ജഡ്ജിമാരുടെ ബന്ധുക്കളാണ്. മുൻ ചീഫ് ജസ്റ്റിസ് YB ചന്ദ്രചൂഡിന്റെ മകനാണ് അടുത്ത കാലത്ത് വിരമിച്ച DY ചന്ദ്രചൂഡ്. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ മാനുഭായ് പഞ്ചോളിയായെ സുപ്രീം കോടതി ജഡ്ജിയായി ശുപാർശ ചെയ്യാനുള്ള നീക്കത്തിൽ കൊളീജിയം അംഗം B നാഗരത്ന പരസ്യമായി പ്രതിഷേധിച്ചു. ജഡ്ജിമാരുടെ സീനിയോറിറ്റി ക്രമത്തിൽ 57-ാമനാണ് ഗുജറാത്തുകാരനായ പഞ്ചോളിയ. സീനിയോറിറ്റി ലംഘിച്ചാണ് ശുപാർശ. മോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിയമനം ലഭിച്ചാൽ 2031 ഒക്ടോബർ മുതൽ 2033 മെയ് വരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആവും. 3 മാസം മുമ്പാണ് ഗുജറാത്ത് കോടതിയിലെ ഒരു ജഡ്ജിക്ക് സുപ്രീം കോടതിയിൽ നിയമനം ലഭിച്ചത്. കോടതിയിലെ നിയമനങ്ങളിൽ BJP ശക്തമായി പിടിമുറുക്കുകയാണ്. ഇന്ത്യയിലെ കോടതികളിൽ 5.8 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്നുകൂടി ഓർക്കുക.
ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.